ഹലോ, വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പോകുന്നത് ലുസേണിലാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോയോ വീഡിയോസൊക്കെ കാണാത്തവരായിട്ട് അധികം ആൾക്കാരുണ്ടാവാൻ തോന്നുന്നില്ല. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചാപ്പൽ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ ഈ പാലത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ലുസേണിൽ വന്നിട്ട് ഫസ്റ്റ് ഈ ബ്രിഡ്ജിലാണ് കയറിയിരിക്കുന്നത്. 14-ാം നൂറ്റാണ്ടിൽ 1333 കേട്ടോ ഈ ബ്രിഡ്ജ് നിർമ്മിച്ചത്. അതായത് യൂറോപ്പിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഇത്. അപ്പോൾ പണ്ട് ഇത് ലുസേൺ എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണ് ഫസ്റ്റ് ഈ ബ്രിഡ്ജ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ജസ്റ്റ് ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് കേട്ടോ ഈ ബ്രിഡ്ജ്. അപ്പോൾ സമ്മറിലൊക്കെ നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ ഫുൾ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബ്രിഡ്ജിൻ്റെ സൈഡിലുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. എനിക്ക് നമ്മൾ പോയത് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഉള്ളൊരു ലോക്കൽ മാർക്കറ്റാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇപ്പം നമ്മളിത് ലുസേണിൻ്റെ ഓൾഡ് സിറ്റിയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയാണ്, ഇങ്ങനത്തെ കല്ലാണ് നിലത്ത് പാകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സിറ്റിയുടെ ഉള്ളിലൂടെ, ഓൾഡ് സിറ്റിയുടെ ഉള്ളിലൂടെയൊക്കെ നടന്നു. അപ്പോൾ അതേ നമ്മുടെ ബാക്കിൽ കാണുന്നത് ആ ഒരു ചാപ്പൽ ബ്രിഡ്ജാണ് കേട്ടോ. 1993 ഒരു തീപിടുത്തത്തിൽ ഈ ബ്രിഡ്ജിൻ്റെ 2 ഭാഗവും കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരത് 1994 ആയപ്പോഴത്തേക്കും പുനർനിർമ്മിച്ചിട്ട് വീണ്ടും ഈ ബ്രിഡ്ജ് തുറന്നിട്ടുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കുറേ പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 1600-കളിലാണ് ഈ പെയിൻറ്റിങ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് സ്വിറ്റ്സർലൻഡിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ കുറച്ച് സെയിൻസിൻ്റെ, വിശുദ്ധരുടെ സ്റ്റോറി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ആ പെയിൻറ്റിങ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ ജർമ്മൻ ഭാഷയിൽ അത് എന്താണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് വാട്ടർ ടവർ, ആ ഒരു ഗോപുരമില്ലേ അത്. അപ്പോൾ ഈ വാട്ടർ ടവർ പണ്ട് കാലത്ത് ധനശേഖരത്തിനും അതുപോലെ തന്നെ തടവറയൊക്കെ ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പോയ ദിവസം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ലോക്കൽ മാർക്കറ്റ് അവിടെ ഉണ്ടെന്ന്. ആ മാർക്കറ്റ്, അപ്പോൾ അവിടെ മീറ്റ് ഉണ്ട്, ഫിഷ് ഉണ്ട്, വെജിറ്റബിൾസ്, ചീസ്, അതുപോലെ തന്നെ ചെടികൾ, അങ്ങനെ ലോക്കലായിട്ട് കിട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ക്യൂവിൽ നിൽക്കുകയാണ് ഇപ്പോൾ. നമ്മളങ്ങനെ ബ്രിഡ്ജൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ചെറിയൊരു ക്രൂയിസ് ഷിപ്പിൽ, ബോട്ടെന്ന് പറയാം, ഒരു റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്രൂയിസിൽ കയറിയിട്ടുണ്ട്. നല്ല ലുസേൺ ലേക്കിലൂടെയാണ് കേട്ടോ ഈ ഒരു ക്രൂയിസ് പോകുന്നത്. അപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റും മലകളായതുകൊണ്ട്, മൗണ്ടൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന ആ ഒരു ക്രൂയിസ്. നല്ല ഭംഗിയുള്ളൊരു ക്രൂയിസും കൂടെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാറ്റർഡേ ആണല്ലോ നമ്മൾ പോയത്. അപ്പോൾ ക്രൂയിസ് ഫുള്ള് ആളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ. അപ്പോൾ നമ്മളത് എവിടെയൊക്കെ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലുസേൺ എന്ന് പറയുന്ന സ്ഥലം ഒരു സ്വിറ്റ്സർലൻഡിൻ്റെ സെൻറ്ററിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ലേക്കും സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സെൻറ്ററിലായിട്ടാണ് ഉള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണ് കേട്ടോ. കാരണം ഇതിന് ചുറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള വില്ലേജുകളുണ്ട്. നല്ല സൂപ്പർ വ്യൂ ആണ്. ഈ ഒരു ക്രൂയിസിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നല്ല അടിപൊളി വ്യൂസ് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നമുക്കപ്പോൾ ഇതിൻ്റെ അകത്തും ഇരിക്കാൻ പറ്റും, അതുപോലെ തന്നെ പുറത്ത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്, ഇവിടെയും നമുക്ക് ഇരിക്കാൻ പറ്റും. സൈഡിലൊക്കെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അകത്തിരുന്നാൽ നമുക്ക് ആ ഒരു സുഖം കിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെയാണ് കേട്ടോ ഇരുന്നത്. ആ ഒരു ബോട്ടിൽ പോകണ ഒരു ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഇരിക്കണമല്ലോ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ട് ഇവിടെ ഏകദേശം
എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, വ്യൂസ് അടിപൊളി വ്യൂസാണ് കേട്ടോ. ഞാനിത് ഫസ്റ്റ് കണ്ടിരിക്കുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോസിലൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നേരിട്ട് കണ്ടപ്പോൾ സൂപ്പർ എന്ന് വെച്ചാൽ നല്ല അടിപൊളി. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നല്ല ബ്ലൂ കളർ വാട്ടറാണ് കേട്ടോ ഉള്ളത്. നമുക്ക് താഴ്ഭാഗം വരെയും കാണാൻ പറ്റും കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ അടുത്ത ഒരു സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് കയറാൻ അധികം ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ബോട്ട് ഇതേ ഈ സൈഡിലോട്ട് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ബോട്ട് സർവീസുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. മോട്ടോർ ബോട്ടുകളുണ്ട്, അതുപോലെ തന്നെ പെഡൽ ബോട്ടുകളുണ്ട്, ഇതുപോലത്തെ ക്രൂയിസുകളുണ്ട്. ഇതല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള ക്രൂയിസുകളുണ്ട്, 1 hour ആയിട്ട് ഇങ്ങനെ സൈറ്റ് സീയിങ് ആയിട്ടുള്ള ക്രൂയിസുകൾ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഫുഡ് അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്, അതല്ലാതെ നോർമൽ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിരിക്കുന്നത് ഇവിടുത്തെ ഒരു നോർമലായിട്ടുള്ളൊരു ക്രൂസിലാണ്. അപ്പോൾ നമ്മൾ ഒരു ഡേ പാസ്സാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മൾ ഡേ പാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്വിറ്റ്സർലൻഡിലുള്ള ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ആ ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു ദിവസത്തേക്ക് 78 സ്വിസ് ഫ്രാങ്ക്സ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളത് എടുത്തത് കൊണ്ട് നമുക്ക് ട്രെയിനിലാണെങ്കിലും ബസ്, പബ്ലിക് ബസ്, അതുപോലെ തന്നെ ഈ ക്രൂയിസ്, ഇതെല്ലാം അതിനകത്ത് നമുക്ക് കവറായിരുന്നു കേട്ടോ. അപ്പോൾ അതേ മഞ്ഞുമലകളും ഒക്കെ നമുക്ക് ഈ ക്രൂയിസിലിരുന്നിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂസാണ് കേട്ടോ. വെള്ളം, സ്കൈ, മൗണ്ടൻസ്, പച്ചപ്പുള്ള മലകൾ, മഞ്ഞുള്ള മലകൾ എല്ലാം ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമ്മറിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മഞ്ഞുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് മഞ്ഞൊക്കെ ഉള്ള മഞ്ഞൊക്കെ ഉരുക്കി തുടങ്ങുന്ന സമയമാണല്ലോ. അപ്പോൾ മഞ്ഞുമലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ കാറ്റടിച്ചിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. എങ്കിലും നമ്മൾ കുറേ നേരം അവിടെ തന്നെ ഇരുന്നു കേട്ടോ. ഈ ഒരു കാഴ്ചയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ഫുള്ളാ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലുണ്ട്, കാറ്റുണ്ട്, തണുപ്പുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ബിൽഡിങ്സുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ 2 പാറകൾ നിൽക്കുന്നുണ്ട്. ആ ഒരു പാറയിൽ അവർ ഇതിന് ഹിസ്റ്റോറിക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തോ ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ സംഭവം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ കാണാൻ നല്ല രസമുണ്ടാവും, ഒരു പാറപ്പുറത്ത് ഒരു കെട്ടിടം ഇരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ അതേ ഒരു വ്യൂ നോക്കി എന്തൊരു രസമാണ്. പിന്നെ ഈ ഒരു ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ലേക്കല്ല, ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ പോകുന്ന ഒരു ലേക്കാണ് കേട്ടോ ഈ ലേക്ക് ലുസേൺ എന്ന് പറയുന്നത്. പിന്നെ ചുറ്റും മൗണ്ടൻസ് ആയതുകൊണ്ട് വ്യൂ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു സമ്മറിലായിരിക്കും ഈ ഒരു ബോട്ടിൽ പോയി ഒരു ക്രൂയിസിലൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത് സമ്മറിൽ പോകുമ്പോഴായിരിക്കും കേട്ടോ. അത്രയും ഭംഗിയുള്ളൊരു ലേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളതേ തണുത്ത് വിറച്ചിട്ട് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ അകത്തോട്ട് വന്നപ്പോഴാണ് നമ്മളൊരു കാഴ്ച കണ്ടത് കേട്ടോ. ഇത് നോക്കിയേ, ഇത് ആ ബോട്ട് പോണതിൻ്റെ ഒരു മുകൾ ഭാഗമാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ താഴ്ഭാഗവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ, അടിഭാഗവും നമുക്ക് കാണാൻ പറ്റും. ശരിക്കും കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര ഒരു അത്ഭുതമായി പോയിട്ടോ. വെള്ളത്തിൻ്റെ ഉള്ളിങ്ങനെ കണ്ടപ്പോൾ ഇത് കണ്ടോ, ആ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ നോക്കി, എന്തൊരു രസമല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ് കേട്ടോ ഉള്ളത്. എനിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ തന്നെ അത് കണ്ടുകൊണ്ടേ നിന്ന്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, നല്ല രസമുണ്ട്, നല്ല അടിപൊളി വ്യൂ അല്ലേ നോക്കി. നമ്മൾ ബോട്ടിൻ്റെ അകത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഗ്ലാസ് പോലെ വെച്ചേക്കാം.
ഇപ്പോൾ ബോട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ, നെക്സ്റ്റ് ഒരു സ്റ്റോപ്പിൽ. അപ്പോൾ നോക്കിയേ, ബോട്ടിൻ്റെ ഉള്ളിലേക്കൂടെ ഇതിൻ്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ താഴ്ഭാഗം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ത് ക്ലിയർ ആയിട്ടല്ലേ കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട്. ഒരു കല്ലുകളൊക്കെ കിടക്കുന്ന നോക്കിയേ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതുപോലെ ഇങ്ങനെ ബബിൾസൊക്കെ പോകുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നോക്കി ആ ഒരു ബബിൾസൊക്കെ നമ്മൾ എന്തിങ്ങനെ വീഡിയോസിലൊക്കെ കാണുന്ന ആ ഒരു ഫീൽ കിട്ടിട്ടോ. ഇത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സും ഉണ്ട്, സെക്കൻഡ് ക്ലാസ്സും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സൗകര്യം അനുസരിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം നമ്മളിതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായിട്ടുള്ള ഫിറ്റ്സ്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താട്ടോ നമ്മൾ പോയി ഇറങ്ങിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു കോക്ക് വീൽ എടുത്തിട്ട് റിജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മളൊരു കോക്ക് വീലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ ഒന്നും പറയാൻ പറ്റില്ല. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ക്രൂയിസിൽ വരുമ്പോൾ എന്താണ് നമുക്കിങ്ങനെ അവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യൂസ് ഉണ്ടല്ലോ, ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വില്ലേജുകളും മൗണ്ടൻസൊക്കെ നമുക്ക് ആ ക്രൂയിസിലിരുന്ന് കാണാൻ പറ്റുമായിരുന്നു. ആ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ കോക്ക് വീലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭംഗിയെന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ സമ്മറിൽ തന്നെയാണ് കേട്ടോ വിസിറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഫുൾ സ്നോ മൂടി കിടക്കുമായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും ഭംഗി ഈ സ്ഥലം കാണാൻ എനിക്ക് തോന്നുന്നു സമ്മറിലാണ്. ഈ സ്ഥലം എന്നല്ല, സ്വിറ്റ്സർലൻഡിൽ സമ്മറിൽ കാണാനാണ് ആ ഒരു ഭംഗി. ഇല്ലെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു സ്നോ മൂടി കിടക്കുന്ന ഒരു വൈബായിരിക്കും. ആ ഒരു ബ്യൂട്ടിഫുൾ ആയി എനിക്ക് തോന്നിയിട്ടുള്ളത് സമ്മറിലാണേ. അപ്പോൾ നമ്മൾ മുകളിലോട്ട് എത്തുന്തോറും കുറേശ്ശെ സ്നോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ അധികം സ്നോ ഒന്നുമില്ല, വിൻ്റർ തീർന്നല്ലോ. അപ്പോൾ കുറേശ്ശെ സ്നോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ റിഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൗണ്ടൻ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലോട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. റിഗി കുൽം എന്നാണ് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ, ഏറ്റവും ടോപ്പിലുള്ള ഒരു ഇതിൻ്റെ പേര്. അപ്പോൾ അത് ക്വീൻ ഓഫ് മൗണ്ടൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആൽപ്സിൻ്റെ ഒരു പാനോരമിക് വ്യൂ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ലേക്സ്, എനിക്ക് തോന്നുന്നു 13 ലേക്സോ അങ്ങനെ എത്രയോ എണ്ണം നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. 360 ഡിഗ്രി ഒരു പാനോരമിക് വ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ പർവ്വതം അറിയപ്പെടുന്നത് ക്വീൻ ഓഫ് ദ മൗണ്ടൻസ് എന്നാണ്. നമ്മൾ അങ്ങനെ അതേ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല, അതാണ് കേട്ടോ നമ്മൾ വന്ന കോക്ക് വീൽ. അപ്പം നമ്മളതേ ആ ഒരു മുകളിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചെറിയൊരു എക്സിബിഷൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് കോക്ക് വീൽ ഉണ്ടായത്, ഇതാണ് കേട്ടോ. അപ്പോൾ അതവരവിടെ ഇപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ടായേ. നമ്മളങ്ങനെ അതൊക്കെ കണ്ട് ദേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്, എന്ത് രസമാണെന്നറിയോ. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിലോട്ട് നമുക്ക് ഇങ്ങനെ നടന്ന് കയറാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നമ്മളങ്ങനെ അതേ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ നോക്കിയാൽ താഴെ നോക്കുമ്പോൾ ബ്ലൂ കളർ ലേക്സും അതുപോലെ തന്നെ ഗ്രീനറിയും നമുക്ക് സൂപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ലേക്സൊക്കെ എത്ര എണ്ണം കാണാൻ പറ്റും എന്നിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട്.
അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും വലുതായിട്ട് കാണുന്നതാണ് കേട്ടോ ലൂസേൺ ലേക്ക്. അങ്ങനെ കുറേ ലേക്സ് നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പോൾ വിസിബിലിറ്റി അനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. ഫുള്ളും ഫോഗും അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് അധികമൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതേ ഇവിടെ പാരച്യൂട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അതും ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത്രയും അടുത്തുനിന്ന് ഒരു മലയുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പറക്കണതല്ലേ കണ്ടിട്ടുള്ളൂ. ഒരു പറക്കാനുള്ളൊരു പ്രിപ്പറേഷനും ആ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നോക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3-4 പേരുണ്ടായി കേട്ടോ ഇങ്ങനെ പറക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പുള്ളി പറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളവിടെ എത്തിയ സമയത്ത് തന്നെ 2-3 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ടായി കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവോ ഇല്ലയോ എന്നറിയാത്തത് കൊണ്ട് വെയിറ്റ് ചെയ്തില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും ഒരാൾ പോകുന്നത് കണ്ടു. പിന്നെ നമ്മൾ വേഗം പോയിട്ടത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നമുക്ക് കിട്ടിയ ഒരു സൂപ്പർ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ ആ ഒരു തുടക്കം എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. നോർമലി നമ്മളിങ്ങനെ നിന്ന് പോകുന്നതല്ലേ കണ്ടിരിക്കുന്നത്. ഇതിൽ പക്ഷെ അവർക്ക് ഇരിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഇരുന്നിട്ടാണ് പറക്കുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ദേ പുള്ളി പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുള്ളി പോയിട്ടുണ്ട്. നമ്മളിത് ഇപ്പം ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ലേക്കൊക്കെ കാണുന്നത് കണ്ടോ, ബ്ലൂ കളറിൽ സ്കൈയും ലേക്കൊക്കെ സെയിം കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഒരു വിസിബിലിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമ്മളിങ്ങനെ അതേ ഒരു കാഴ്ചയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ കുറേ നേരം നിന്നു കേട്ടോ. സമയം പോണതേ അറിയില്ല. അത്രയും ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാണാനായിട്ട്. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അപ്പോൾ അമ്മൂസ് അതിൻ്റെ മുകളിലോട്ട് പോയിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങൾ പോയില്ല, പിന്നെയും സ്റ്റെപ്പ് കയറാനുള്ള ആരോഗ്യം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മളത് പതുക്കെ ഇങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഭയങ്കര കുത്തനെയുള്ളൊരു കയറ്റമാണ് കേട്ടോ അങ്ങോട്ട്. പക്ഷേ കയറാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കറക്റ്റ് ഇങ്ങനെ റോഡ് പോലെ തന്നെ മുകൾ വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു എന്താ പറയുക, ട്രക്കിംഗ് പോലെ നമ്മൾ ഇറങ്ങിയ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഈ കോഗ്ബിയിൽ വന്നിട്ട്, ആ ഒരു സ്റ്റേഷനിൽ നിന്നും നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മുകളിൽ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ റെനോവേഷനൊക്കെ നടക്കാൻ തോന്നുന്നുണ്ട്. അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പിലാണ് പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു നടത്തവും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ താഴോട്ട് നടന്നിറങ്ങുക ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് വാക്കിംഗ് ആണ് കേട്ടോ ഉണ്ടായത് അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ തന്നെ നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫുഡ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. ഇതാണ്. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറൊക്കെ സീറ്റിങ്സൊക്കെ ഉണ്ട്. നല്ല റെസ്റ്റോറൻ്റാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തിരിച്ച് പോകണ്ടേ വീട്ടിലോട്ട്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് പോകണം. അപ്പം മോളും പിന്നെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിട്ട് വരുന്ന കാഴ്ചയായിട്ടാണ് കണ്ടത്. അങ്ങനെ നമ്മളിതേ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ സ്റ്റേഷനിൽ. അത്യാവശ്യം ആൾക്കാരുണ്ട്. അത്യാവശ്യമല്ല, നല്ല ആൾക്കാരുണ്ട് കേട്ടോ. നല്ല തിരക്കുണ്ട്. അപ്പോൾ കുറേ പേര് മുകളിൽ നിന്ന് ആ ഏറ്റവും ടോപ്പ് കാണുന്നുണ്ടോ, അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ താഴോട്ട് വന്നത്. ജസ്റ്റ് ഇറങ്ങാൻ നമുക്കൊരു 20 മിനിറ്റ്സ് ആട്ടോ ടൈം എടുത്തത്. ഇറക്കം കയറാൻ പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇറങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളിതേ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ആളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കോഗ്ബിയിൽ. അപ്പോൾ സംഭവം ആൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ സീറ്റ് കിട്ടുമോ എന്നുള്ള ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറുണ്ട് കേട്ടോ താഴോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് ക്രൂയിസും ലുസേണിയിൽ നിന്ന് ഇവിടം വരെ 1 ഹവറായിരുന്നു. പിന്നെ ഈ കോഗ്ബിയിൽ 1 ഹവർ. അപ്പോൾ അമ്മൂസ് ഓൾറെഡി അവിടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ഷീണിച്ചിട്ട് ആൾ ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളതേ താഴോട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴെ എത്തി തിരിച്ചു പോകാനുള്ള ക്രൂയിസിൽ നമ്മൾ കയറിയിട്ടുണ്ട് കേട്ടോ. പോകുമ്പോൾ ഉണ്ടായിരുന്ന അത്ര ഒരു ഇൻട്രസ്റ്റ് തിരിച്ച് പോകുമ്പോൾ ഇല്ല. ഷീച്ചേട്ടനൊക്കെ ഹുഡിയൊക്കെ ഇട്ടിട്ട് തലയിൽ കൂടെയൊക്കെ ഇട്ടിട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം കിട്ടിയൊരു കാഴ്ചയാണിത്.
വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.